നല്ല കോരി ചൊരിയുന്ന മഴയത്ത് നല്ല ചൂട് പരിപ്പുവടയോ പക്കവടയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ എന്ത് രസമായിരിക്കും അല്ലേ? അതുപോലൊരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. വെജിറ്റബിൾ ഫിംഗർ ബോൾസ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം അല്ലേ? ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് സവോള കുനുകുനേന്ന് അരിഞ്ഞത്, 2 ഉരുളക്കിഴങ്ങ് അതും ഇതുപോലെ നല്ല കുനുകുനേന്ന് അരിഞ്ഞത്, പിന്നെ 2 ക്യാരറ്റ് അതും നല്ല സ്മോൾ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പച്ചമുളക് സ്ലൈസ് ആയിട്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, അടുത്തതായി ഒരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തിടുക. ഇഞ്ചി കഷ്ണം കടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുന്നത്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും 2 സ്പൂൺ കടലമാവും 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇത് നമ്മളൊരു നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വേറെ മസാലക്കൂട്ടുകളോ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. പച്ചമുളക് നമ്മളിതിൻ്റെ കൂടെ അരിഞ്ഞിട്ടുണ്ട്. ആ ഒരു എരിവ് മാത്രം മതിയാവും. എല്ലാം കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം, പറയാൻ പോയ ഒരു 2 കൈ വെള്ളം കുടഞ്ഞ് കൈ കൊണ്ട് നല്ലോണം ചേർത്ത് കുഴച്ചെടുക്കുക. നല്ല പോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു റോളിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ബോൾസ് പോലെ ഉരുട്ടിയിടാം, അതല്ലെങ്കിൽ വെറുതെ പക്കവട ചെയ്യുന്നത് പോലെ നുള്ളിയിടാം. ഇത് പക്ഷേ ഞാനിപ്പോൾ ഒരു ഫിംഗർ റോൾസിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് ചൂടുള്ള എണ്ണയിൽ പൊരിച്ചെടുക്കാം. നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുക. പൊരിച്ചെടുത്തതിന് ശേഷം നല്ല തേങ്ങാ ചമ്മന്തിയോ ടൊമാറ്റോ സോസോ കൂട്ടി കഴിക്കാവുന്നതാണ്. നല്ല ചൂടോടുകൂടി ടൊമാറ്റോ സോസിൽ അങ്ങനെ മുക്കി കഴിക്കുമ്പോൾ അടിപൊളി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ.